മലങ്കര കാതലിക് ടിവിയുടെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ ധാർമ്മികത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലെ ക്ലാസുകൾ. പ്രധാനമായും 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ആധാരമാക്കി 10 കൽപ്പനകൾ ആസ്പദമാക്കി ഉള്ള ക്ലാസുകൾ. 10 കൽപ്പനകൾക്കുള്ള ഒരു ആമുഖവും 10 കൽപ്പനകളുമാണ് ഈ ക്ലാസുകളിൽ ഉണ്ടാവുക. മുൻപുള്ള ക്ലാസ്സുകളിൽ നാം കേട്ട ദൈവത്തെ അറിയുന്നു, ആരാധിക്കുന്നു, ജീവിക്കുന്നു, ആ ഒരു ബന്ധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ക്ലാസ്സുകളിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. നാം ദൈവത്തെ അറിയുന്നു, അറിയുന്ന ദൈവത്തെ ആരാധിക്കുന്നു, ആ ആരാധനയും അറിവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. ചെറിയ ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് ഒരാമുഖം. 2 വാക്കുകളാണ് നമുക്ക് ഈ തലക്കെട്ടിൽ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തീയ ധാർമ്മികത. നമുക്ക് ധാർമ്മികതയിൽ നിന്ന് തുടങ്ങാം. എന്താണ് ധാർമ്മികത? ധർമ്മബോധം എന്ന് നാം കേട്ടിട്ടുണ്ട്. ധർമ്മം, ധർമ്മബോധം, ധാർമ്മിക ചിന്തകൾ, ഇങ്ങനെയൊക്കെ നാം കേൾക്കാറുണ്ട്. എന്താണ് ധാർമ്മികത? ധാർമ്മികത എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് സത്യം, നീതി, മറ്റുള്ളവരോടുള്ള സ്നേഹം, കരുതൽ മുതലായ കുറച്ച് മൂല്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. ധാർമ്മികതയ്ക്ക് ലളിതമായിട്ടൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ സദാചാരം എന്ന് പറയാം. സദാചാരം, സത് ആചാരം, നല്ല ആചാരം, നല്ല ആചാരം, നല്ല പെരുമാറ്റം, നല്ല ജീവിത രീതി എന്നൊക്കെയാണ് ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സദാചാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചില മനസ്സുകളിൽ, എല്ലാവരുടെയും മനസ്സിൽ, മനുഷ്യൻ്റെ എല്ലാ മനസ്സിലുള്ള ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബോധം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു കിട്ടിയെന്നിരിക്കട്ടെ, ഒരു പേഴ്സോ ഒരു മാലയോ ഒരു ബാഗോ, ഒത്തിരി വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടേതല്ലാത്തത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. നമ്മളത് കൊണ്ടുപോയി വച്ചേക്കുന്നു, സൂക്ഷിക്കുന്നു. കുറച്ച് നാൾ അങ്ങനെ വച്ചേക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകും. എന്തോ ഒരു സംതിങ് റോങ് നമുക്ക് തോന്നും. അതേസമയം അതിൻ്റെ അവകാശിയെ കണ്ടുപിടിച്ച് അത് നൽകി കഴിയുമ്പോൾ ഒരു സമാധാനവും ആശ്വാസവും മനസ്സിനൊരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ, ആരും നമ്മളെ കണ്ടില്ല, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയല്ല, എന്തോ ഒരു അസ്വസ്ഥത, ശരിയല്ലാത്തത് ചെയ്തില്ലെങ്കിൽ പോലും ചെയ്താത്തത് ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും, അല്ലാത്തപ്പോൾ സന്തോഷം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു അടിസ്ഥാന ബോധം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ശരിയായത് ചെയ്യണം, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്നൊരു അടിസ്ഥാനപരമായ ചിന്ത എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്, എല്ലാ മനുഷ്യരുടെയും. അതെവിടെ നിന്ന് വന്നതാണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ, അതോ പിന്നീട് നമ്മൾ ക്രമേണ പഠിച്ചെടുത്തതാണോ? മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചു, ചില കാര്യങ്ങൾ നല്ലതാണ്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോത്സാഹനം കിട്ടി, മാതാപിതാക്കൾ സന്തോഷിച്ചു, അല്ലെങ്കിൽ അധ്യാപകർ സന്തോഷിച്ചു. ചില പ്രവൃത്തികൾ ചെയ്തപ്പോൾ അവർ നമ്മളെ ശാസിച്ചു, തല്ല് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രവൃത്തി ശരിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ പഠിച്ചെടുത്തതാണോ, അതോ ഇതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? പല സിദ്ധാന്തങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ മനുഷ്യനിങ്ങനെ പരിണമിച്ചു വന്ന ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ മനുഷ്യൻ ആർജിച്ചെടുത്തതാണ്. നമ്മുടെ ജീവിക്കാനുള്ള ത്വര മനുഷ്യൻക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് ഉള്ളിലുണ്ട്. മനുഷ്യന് ജീവന് അപകടം വന്നാൽ എങ്ങനെയും അത് ചെറുത്ത് നിൽക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഒരു ത്വര എല്ലാ മനുഷ്യർക്കുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ ആർജിച്ചെടുത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവരെ കരുതുക മുതലായ ഒരു നന്മയുടെ പ്രവൃത്തികൾ, നന്മയുടെ ഒരു മനോഭാവം പരിണാമത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യൻ ആർജിച്ചെടുത്തു. ഇനി സാമൂഹികവൽക്കരണത്തിൻ്റെ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ നമ്മൾ ക്രമേണ പഠിച്ചെടുത്തതാണ്. നമ്മുടെ ഇന്നേറ്റായിട്ട് ജന്മനാ നമുക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ചില പ്രവൃത്തികൾ സമൂഹം അംഗീകരിച്ചു, അത് നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചു. ചില കാര്യങ്ങൾ സമൂഹം അംഗീകരിക്കാതിരുന്നു, അത് മോശമാണെന്ന്, തെറ്റാണെന്ന് നമ്മൾ പഠിച്ചെടുത്തു. അങ്ങനെ ക്രമേണ നമ്മുടെ മനസ്സിൽ കുറേ ഇതൊക്കെ ശരിയാണ്, കുറേ കാര്യങ്ങൾ തെറ്റാണെന്നുള്ളൊരു ചിന്ത ഉണ്ടായി വന്നു എന്നാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ,
നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു എഴുതപ്പെട്ട നിയമം ഉണ്ട് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ അവിടെ പറയുന്നത്. ജന്മനാ ഉള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, കുളവും പുഴകളും ഒന്നുമില്ലാത്ത ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. കുറച്ച് വളർന്നു കഴിയുമ്പോൾ ആരും അതിനെ നീന്തൽ പഠിപ്പിച്ചിട്ടില്ല. നീന്തലിനെ കുറിച്ചോ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നോ ഒന്നും കുട്ടിയോട് പറഞ്ഞിട്ടില്ല. ആ കുട്ടി വളർന്നു കഴിഞ്ഞിട്ട് അറിയാതെ കാൽ വഴുതി ഒരു കുളത്തിൽ വീഴുന്നു. എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അത് തേടും. കൈകാലിട്ട് അടിക്കുകയോ നീന്താൻ പറ്റുന്നെങ്കിൽ പറ്റാവുന്ന അത്രയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. ഒന്നും അറിഞ്ഞിട്ടല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത കിടപ്പുണ്ട്. ജീവൻ അപകടത്തിലായ പെട്ടെന്ന് അത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണത്. അപ്പോൾ അതുപോലെ ധാർമ്മികതയെക്കുറിച്ച് ശരി തെറ്റ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നാണ്, ഇന്നേറ്റായിട്ട് ജന്മനാ ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം. പിന്നെ ഈ കുട്ടി വളർന്നു കഴിയുമ്പോൾ നീന്തൽ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജീവനെക്കുറിച്ചുള്ള ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ അത് മനസ്സിലാക്കും. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അങ്ങനെ സ്വന്തം ജീവൻ്റെ മൂല്യവും മറ്റുള്ളവരുടെ ജീവൻ്റെ മൂല്യവും ഒക്കെ അത് മനസ്സിലാക്കും. ജീവൻ അപകടത്തിലായാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് കൂടുതൽ പഠിക്കും. അതൊക്കെ രണ്ടും അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഠിച്ച് കാര്യങ്ങൾ ക്രമേണ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധാർമ്മിക ബോധം എല്ലാവരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്. എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. ശരിയേ ചെയ്യാവൂ, നല്ലതേ ചെയ്യാവൂ, തെറ്റ് ചെയ്യരുത്, മോശമായതൊന്നും ചെയ്യരുതെന്നുള്ള ഒരു ചിന്ത. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മബോധം, ധാർമ്മികതയെ പിന്നെ നമ്മൾ പണിതുയർത്തുക. നമ്മുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹിക ചുറ്റുപാടുകൾ, സംസ്കാരം, മതം ഇതെല്ലാം സ്വാധീനിച്ചാണ് പിന്നെ വളരുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള അടിസ്ഥാന ചിന്ത ഉണ്ടെങ്കിലും മനുഷ്യർ നമ്മൾ കാണാം, മനസ്സാക്ഷി പല രീതിയിലാണ് രൂപപ്പെടുന്നത്. മനുഷ്യൻ്റെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നില്ല, വാല്യൂസിനെ കണക്കിലെടുക്കുന്നില്ല. മൂല്യങ്ങൾ ഞാൻ മൂല്യമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല വേറൊരാൾക്ക് മൂല്യമായിട്ട് കാണുന്നത്. ഞാൻ ശരിയെന്ന് കരുതുന്ന ഒരു കാര്യമല്ലായിരിക്കാം ചിലപ്പോൾ വേറൊരു വ്യക്തി ശരിയെന്ന് കരുതുന്നത്. എൻ്റെ തെറ്റുകളല്ല വേറൊരാൾക്ക് തെറ്റുകൾ. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഈ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ മതവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിൽ നിന്നാണ് നമ്മളതെല്ലാം പടുത്തുയർത്തുന്നത്. ഈ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിത് ഉയർത്തുന്നു. ഒരു കുടുംബത്തിൽ ഇപ്പോൾ മദ്യപാനം എല്ലാവരും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് മദ്യപാനം തെറ്റാണ് എന്നൊരു ബോധം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. എൻ്റെ മനസ്സിൽ അതൊരു സാധാരണ ഒരു പ്രവൃത്തിയാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ചിന്തയായിരിക്കും. മദ്യത്തെക്കുറിച്ച് മദ്യം തൊടാത്ത ഒരു കുടുംബമാണ് മദ്യപാനം ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന ആളെ സംബന്ധിച്ച് മദ്യപാനം ശരിയല്ല എന്നുള്ള ബോധം ഉണ്ടാകും. ഇനി മദ്യപിച്ചിട്ട് അപ്പൻ വന്ന് തല്ലും വഴക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന വീട്ടിലെ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ മദ്യപാനം തിന്മയാണെന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു പാഠം അത് പഠിക്കും. അതുപോലെ നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആർജിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ, അഭിനന്ദനം കിട്ടിയപ്പോൾ നമുക്കത് ഇനിയും അത് ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാകും. തല്ല് കിട്ടുന്ന കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സംസ്കാരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പാശ്ചാത്യ ലോകത്ത് പോയാൽ നമുക്ക് അവരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകളും വളരെ ഗൗരവമായിട്ടെടുക്കും. ഉദാഹരണം, നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്യുക, പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വേസ്റ്റ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഗൗരവമായിട്ടുള്ള മൂല്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത കാര്യം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. അതേസമയം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നമുക്ക് നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്കിംഗ് ചെയ്യാനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ആളില്ലാത്തൊരു വീടുണ്ടെന്നിരിക്കട്ടെ നമ്മുടെ അയൽവക്കത്ത്, ഒരാൾ അവിടെ കൊണ്ട് വേസ്റ്റ് ഇടുന്നു, അത് കണ്ടാൽ മിക്കവാറും നമ്മളെല്ലാം അവിടെ പിന്നെ ഒരാൾ ഇട്ടതിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അല്ലാതെ ആരും കാണുന്നില്ല, അതുകൊണ്ട് അവിടെ വേസ്റ്റ് വലിച്ചെറിയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതൊരു ധാർമ്മികതയില്ലാത്ത പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അതൊരു ചെയ്തുകൂടാത്ത കാര്യമാണ് എന്ന് നമ്മുടെ മനസ്സിൽ അധികം ഇല്ല. അതേസമയം ഒരു ആൺ പെൺ സൗഹൃദം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി സദാചാരബോധം ഉണരും കേരളത്തിലെ ആളുകൾക്ക്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയം പാശ്ചാത്യ ലോകത്തിൽ അവർക്ക് അതൊരു പ്രശ്നമല്ല.
അതിലവർ തെറ്റും ശരിയൊന്നും ആലോചിക്കാൻ പോകുന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് പോവും. അതേസമയം പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നത് അവർ വളരെ ഗൗരവമായിട്ട് കാണും. അപ്പോൾ സംസ്കാരത്തിൽ വരുന്ന വ്യത്യാസം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാരണം നമ്മുടെ മൂല്യങ്ങളിൽ വരുന്ന വ്യത്യാസം അതുണ്ടാകും എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അടിസ്ഥാനപരമായ ധാർമ്മികതയിൽ വരുന്ന കൂട്ടിച്ചേർക്കലുകളാണ്. അതുപോലെ മതം നമ്മളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. മതം പഠിപ്പിക്കുന്ന ചിന്ത അനുസരിച്ച് നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ മൂല്യങ്ങൾ വ്യത്യാസപ്പെടും. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പെട്ടെന്ന് നമ്മൾ തല്ലാനും കൊല്ലാനും ഒന്നും ചിന്തിക്കത്തില്ല. അത് പെട്ടെന്ന് ചാടി പുറപ്പെടത്തില്ല. നമ്മുടെ മനസ്സിലുണ്ട് യേശു പഠിപ്പിച്ചത് മറ്റുള്ളവനെ ഉപദ്രവിക്കരുതെന്നാണ്, കൊല്ലരുതെന്നാണ്, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണമെന്നാണ്. അങ്ങനെ മതം പഠിപ്പിച്ച ഒരു സ്വാധീനം നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പം നമ്മൾ മൂല്യം കൊടുക്കുന്നത്, ജീവനെ മൂല്യം കൽപ്പിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്നുള്ള ഒരു പാഠം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ അടിസ്ഥാനപരമായൊരു ധാർമ്മിക ബോധം എല്ലാവർക്കും ഉണ്ട്. അതിൽ കുടുംബം, സമൂഹം, സംസ്കാരം, മതം ഇതൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നു. അതുകൊണ്ടാണ് നമ്മുടെ തലക്കെട്ടിൽ നമ്മൾ ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികത ക്രിസ്തീയ ധാർമ്മികതയാകുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെടുന്ന ഒരു ധാർമ്മികതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തീയ ധാർമ്മികത ജനറലായിട്ട് പറഞ്ഞാൽ, പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ക്രിസ്തീയ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണെന്ന്, ഉറവിടങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ ശരി തെറ്റുകളെ തിരിച്ചറിയുന്നത്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? അത് നമ്മളെ സഹായിക്കുന്ന പ്രധാന ഉറവിടങ്ങൾ വിശുദ്ധ ഗ്രന്ഥമാണ്, ബൈബിൾ, ലിഖിത വചനം. രണ്ടാമത്തത് സഭാ പാരമ്പര്യം, ട്രഡീഷൻ. പിന്നെയുള്ളത് സഭയുടെ പ്രബോധനം, മജിസ്റ്റേറിയം, സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനം. അപ്പോൾ അങ്ങനെയുള്ള ഈ 3 രീതിയിലാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ ശരികൾ ഏതാണ്, തെറ്റുകൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മിക ബോധത്തിൻ്റെ കൂടുതൽ പണിയുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം. അപ്പോൾ വചനത്തിലൂടെ, ബൈബിളിൻ്റെ ജോലി എന്താണ്? ബൈബിളിൽ എന്താ സംഭവിക്കുന്നത്? വചനം നമ്മളെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു, വെളിപ്പെടുത്തുകയാണ് ദൈവം വചനത്തിലൂടെ. ലിഖിത വചനം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപാടുകൾ തരുന്നു, വെളിപ്പെടുത്തലുകൾ തരുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകളെല്ലാം പാപം, ഏതാണ് ശരി ഏതാണ് തെറ്റുകളെന്നുള്ള ഒരു ലിസ്റ്റൊന്നും തരുന്നില്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള പഠിപ്പീരല്ല. വെളിപാട് തരുന്നു. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ബൈബിളിലുണ്ട്. അത് നമുക്ക് വ്യാഖ്യാനിച്ച് തരണം. അത് വ്യാഖ്യാനിച്ച് തരുന്നത് സഭാപിതാക്കന്മാർ നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ആദ്യം മുതലേ ഉള്ള പിതാക്കന്മാർ അതെല്ലാം നമുക്ക് എന്താണ് ഇതിൻ്റെ കൂടുതൽ അർത്ഥം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നാലേ കുറേ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പഠിപ്പിക്കുന്നു. ധാർമ്മികതയെ സംബന്ധിച്ച് തുടർന്നുള്ള പഠിപ്പീര് സഭ നടത്തുന്നുണ്ട്. അത് പ്രബോധനം, ഔദ്യോഗികമായിട്ടുള്ള പഠനം എന്ന് പറയും, സഭയുടെ ഔദ്യോഗികമായ പഠനം. ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞർ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, എല്ലാ ഫീൽഡിലും എല്ലാ തുറയിലുമുള്ള അറിവ് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ശരി തെറ്റുകളെക്കുറിച്ചൊക്കെ എല്ലാവരും എഴുതുന്നുണ്ട്. ദൈവശാസ്ത്രജ്ഞന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. തത്വശാസ്ത്രജ്ഞന്മാർ, ഫിലോസഫേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. മനഃശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സാമൂഹിക ശാസ്ത്രത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നു. അത് നമുക്ക് മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും ശരി തെറ്റുകളെക്കുറിച്ചും ഒക്കെ അറിയാൻ ഒരുപാട് സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് സിദ്ധാന്തങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സഭ ഇതെല്ലാം പഠിച്ച ശേഷം, ഇതെല്ലാം സ്വീകരിച്ച ശേഷം, ഇതെല്ലാം വിശകലനം ചെയ്ത ശേഷം സഭയുടേതായ ഒരു ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കി തരുന്നു നമുക്ക്. ഔദ്യോഗികമായ നിലപാട് സഭയുടെ, കത്തോലിക്ക സഭയുടെ. അത് നമ്മളെവിടെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ ചാക്രിക ലേഖനങ്ങൾ, ശ്ലൈഹിക ആഹ്വാനങ്ങൾ, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ, അല്ലെങ്കിൽ തിരുസംഘങ്ങൾ പുറപ്പെടുവിക്കുന്ന ലേഖനങ്ങളോ മറ്റു രേഖകളോ ഒക്കെ. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ദൈവശാസ്ത്രജ്ഞന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ ഒരുപാട് പല കോണുകളിൽ നിന്ന് ഒരു വിഷയത്തെ നോക്കിയിട്ട് വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളുണ്ടാകാം, പുസ്തകങ്ങളുണ്ടാകാം, പഠിപ്പീരുകളുണ്ടാകാം. പക്ഷേ ഏതാണ് സഭയുടെ ഔദ്യോഗികമായ നിലപാട്? ഔദ്യോഗികമായിട്ടൊരു വക്താവ് ഉണ്ടെന്ന് പറയത്തില്ലേ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും
എല്ലാവരും പറയുന്ന അഭിപ്രായമല്ല, ഒരാൾ എന്താണ് നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ചിട്ട് ഔദ്യോഗികമായിട്ടൊരു കാര്യം പറയുക. അത് നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ചാക്രിക ലേഖനങ്ങളിലൂടെ, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ, തിരുസംഘങ്ങൾ പുറപ്പെടുവിക്കുന്ന രേഖകൾ, ഇവയിലൂടെയൊക്കെയാണ് അത് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ലിഖിത വചനം, ഇനി നമ്മൾ ബൈബിളിലോട്ട് വരികയാണ്. വെളിപാട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, വചനത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാർമ്മികതയെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യതയുള്ളത്? ഒന്നാമത് നമ്മുടെ സൃഷ്ടി വിവരണം തന്നെ നമുക്ക് നോക്കാം. സൃഷ്ടി വിവരണം വായിക്കുമ്പോൾ നമുക്കവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ നമ്മൾ കാണുന്നത് ദൈവം എന്ന വചനം. ദൈവമാണ്. അപ്പോൾ എല്ലാം സൃഷ്ടിക്കുന്നതും എല്ലാം പരിപാലിക്കുന്നതും എല്ലാം പദ്ധതി ഇടുന്നത് ഈ ഒരു ദൈവമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ കൽപ്പനകളിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ ജനറലായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കേട്ടു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ദൈവം എന്നൊരാൾ അവിടെയുണ്ട്. ദൈവമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നമ്മളോട് സംവദിക്കുന്നു, നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്നു ഒരു ദൈവം. ആ ദൈവം തൻ്റെ പദ്ധതിയിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ ധാർമ്മികതയെക്കുറിച്ചും 10 കൽപ്പനകളെക്കുറിച്ചും ഒക്കെ കാണാനായിട്ട് പോകുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. പിന്നെ സൃഷ്ടി വിവരണം തരുന്ന വേറൊരു പാഠം, നമുക്ക് മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ദൈവം തരുന്നുണ്ട്. ആദ്യം മുതലേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ആദമിൻ്റെ മുറ്റത്തൊരു എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും അവർക്ക് ഫലം ഭക്ഷിക്കാമായിരുന്നു. പക്ഷേ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതെന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അവിടെ ആദ്യമേ ഉണ്ട്. എല്ലാം അവർക്ക് ചോയ്സാണ്, ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നു, ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചേക്കുവാണ്. അപ്പോൾ അത് അവർക്ക് മനസ്സിൽ വെക്കണം. ആരാണ് ഈ ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്? ദൈവമാണ്. അവർക്കത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് മനുഷ്യന്. ആദവും ഹവ്വയും ഒറ്റ വ്യക്തിയല്ലെന്നും ആ വിവരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൻ്റെ ക്ലാസ്സിൽ കൂടുതൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ധാർമ്മികതയുടെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം മനുഷ്യന് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ എനിക്ക് എന്താണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളത് അത് ഞാൻ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ദൈവം എന്നോട് തിരഞ്ഞെടുക്കരുതെന്ന് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്താൽ അത് ശരിയാകും. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്താൽ അവിടെ പാളിച്ചു പറ്റുന്നതാണ്. സൃഷ്ടി വിവരണത്തിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞതുകൊണ്ട് ആ ഫലം ഭക്ഷിച്ചാൽ അത് ശരിയായ കാര്യം ആകത്തില്ല. അപ്പോൾ ആദ്യത്തിന് ഹവ്വയ്ക്കും ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം, ദൈവത്തോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും കടപ്പാടും എല്ലാം അവർ പ്രകടമാക്കാൻ അവർക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരം കൊടുത്തു. ഈ കാലത്തും തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്താലും ഈ പ്രവൃത്തി ചെയ്യണമോ ആ പ്രവൃത്തി വേണമോ, ഇത് വേണമോ അത് വേണമോ, ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അത് ശരിയാണോ തെറ്റാണോ? ഒന്നുകിൽ അത് ശരിയാകും, അല്ലെങ്കിൽ അത് തെറ്റാകും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും ആകുന്നത് എന്നൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കാണും. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ കൂട്ടുകാരെ പോലെയാണ്. അല്ലെ, നമ്മൾ കാണുന്നുണ്ടല്ലോ ആദ്യ സൃഷ്ടി വിവരണത്തിൽ ഉലാത്തും ദൈവം അവരോടൊപ്പം വന്ന് നടക്കാനിറങ്ങുന്നു. അത്രമാത്രം ആഴമായ ആത്മബന്ധം ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിൽ നിലനിൽക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. നന്മയിലേക്കും ജീവനിലേക്കും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ, ദൈവത്തെ നമ്മൾ പരമ നന്മ സ്വരൂപൻ എന്ന് പറയും. അപ്പം ആ പരമ നന്മ, കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നന്മ ദൈവമാണ്. ആ നന്മയിലേക്കുള്ള ക്ഷണം മനുഷ്യനുമുണ്ട്. ആ നന്മയിലേക്ക് വളരാനുള്ള എല്ലാ കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജീവനിലേക്കും ദൈവം ക്ഷണിക്കുന്നുണ്ട്. ദൈവമാണ് നിത്യജീവൻ, നിത്യമായിട്ട് ജീവിക്കുന്ന ദൈവം. അപ്പം നന്മയിലേക്കും ജീവനിലേക്കും മനുഷ്യനെ ദൈവം ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ദൈവം അവിടെ മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തിട്ടാണ് ഈ നന്മയിലേക്കും ജീവനിലേക്കും വരേണ്ടത്. ദൈവം പറയുന്ന കൽപ്പനകൾ പാലിച്ചിട്ടാണ് നന്മയിലേക്കും ജീവനിലേക്കും മനുഷ്യൻ വളരേണ്ടത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. മോറൽ തിയോളജിയുടെ ക്ലാസ്സിൽ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ എപ്പോഴും നന്മയിലേക്കുള്ള ഒരു ചായ്വ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നിരിക്കട്ടെ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്നുള്ള ഒരു പെട്ടെന്നൊരു ആവേശം ഉണ്ടാകും. പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നിന്നാൽ ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സാക്ഷി പറയേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്ത പിന്നെയാണ് രണ്ടാമതാണ് ഉണ്ടാകുന്നത്. ഒരു യാചകനെ കണ്ടാലും നമുക്ക് ആദ്യം എന്തെങ്കിലും സഹാനുഭൂതി ഉണ്ടാകും, എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത്. പക്ഷെ പിന്നെയാണ് നമ്മൾ പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് നന്മയിലേക്കുള്ള ഒരു ചായ്വ് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട്. നന്മയുടെ പൂർണ്ണതയിലെത്താനുള്ള ദാഹം മനുഷ്യനുണ്ട്. എത്ര നന്മ കിട്ടിയാലും അതിനെ കുറഞ്ഞു പോയി എന്നുള്ള മട്ടിൽ വീണ്ടും 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 നന്മയിലേക്ക് വളർന്ന് നന്മയുടെ പൂർണ്ണതയിലെത്താനുള്ള ഒരു ആഗ്രഹം മനുഷ്യനുണ്ട്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ പോലെ, ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു, അങ്ങയിലെത്തുവോളം ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി, നന്മയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അന്വേഷിക്കുകയാണ് മനുഷ്യൻ. ചിലപ്പോൾ തോന്നുന്നു നമുക്ക് മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്താലും, ചിലർ അങ്ങനെയല്ലേ, ചിലപ്പോൾ തെറ്റിപ്പോകുന്നത് പോലും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ചെയ്തിട്ടും മനുഷ്യനങ്ങോട്ട് ഒരു സന്തോഷമില്ല, തൃപ്തിയില്ല. ഇത് ചെയ്താൽ സന്തോഷമാകുമെന്ന് തോന്നും, അത് ചെയ്തിട്ടും ആശ്വാസമില്ല, സന്തോഷമില്ല. പിന്നെ വേറൊരു പ്രവൃത്തി ചെയ്യും, അവിടെ ആനന്ദവും സന്തോഷവും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതെങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ത്വര കിടക്കുന്നുണ്ട്, നന്മ പൂർണ്ണതയിലേക്കുള്ള ഒരു ആഗ്രഹമുണ്ട് മനുഷ്യന്. പക്ഷേ എവിടേക്കോ തെറ്റിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ നന്മയിലേക്കുള്ള ആ പൂർണ്ണ വളർച്ചയ്ക്കിടയിൽ നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കഴിവ് മനുഷ്യനുണ്ട്, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. നന്മയിലേക്കുള്ള ഒരു ചായ്വ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നന്മയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹവും നമുക്കുണ്ട്. കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് തൃപ്തിയില്ല, വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു ആഗ്രഹം നന്മയുടെ കാര്യത്തിലും മനുഷ്യർക്കുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ നന്മ തിന്മ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ദൈവം അത് തന്നിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ നമ്മൾ കണ്ടില്ലേ, ചെയ്യരുത്, ആ പഴം കഴിക്കരുത്. അപ്പോൾ അത് തിന്മയാണ്, അത് ചെയ്യരുത് എന്നാണ്, ദൈവമാണത് പറഞ്ഞു തരുന്നത് എന്നുണ്ട്. നന്മയും തിന്മയും അറിഞ്ഞ് അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അത്രയും സൃഷ്ടിയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളാണ്. അതുപോലെ അറിഞ്ഞ് സമ്മതം നൽകി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മാനുഷികമായിട്ട് മാത്രമേ അങ്ങനെ മനുഷ്യന് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ്. ഒരു കാര്യം അതിൻ്റെ ശരിയും തെറ്റും എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് അതിന് സമ്മതം കൊടുത്ത് അത് പ്രവർത്തിക്കുക, ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി അറിഞ്ഞിട്ട് അതിന് സമ്മതം കൊടുത്ത് അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും എനിക്കാണ്. അങ്ങനെ ഒരു മനുഷ്യന് മാത്രമേ ദൈവം അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ധാർമ്മികതയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരു കാര്യം അറിയുക, അതിന് സമ്മതം കൊടുക്കുക, മനസ്സോടെ കൂടി അത് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കഴിവ്. അതിനുവേണ്ടി ദൈവം മനുഷ്യന് ബുദ്ധി, മനസ്സ്, ഹൃദയം ഈ ഫാക്കൽറ്റീസ് തന്നിട്ടുണ്ട്. ദൈവത്തെ അറിയാൻ ബുദ്ധി കൊണ്ട് നമ്മൾ അറിയുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, അറിവ് നേടുന്നു. അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ അറിയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. അറിയാമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കാതെ പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടനയിൽ നമ്മൾ അംഗമാകുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ലപോലെ അറിവ് തരുന്നു. പക്ഷേ അതെല്ലാം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. ജീവിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് വെക്കണം. ഏത് കാര്യവും മനസ്സുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും, മനസ്സ് ഉള്ളത് മാത്രം. അപ്പോൾ അറിയുന്ന കാര്യങ്ങളൊന്നും ജീവിക്കുന്നില്ല, മനസ്സ് വേണം. സമ്മതം നമ്മുടെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യണം. ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ ഒരു അവയവമല്ല, ഒരു വ്യക്തിയുടെ പൂർണ്ണതയാണത്. അപ്പോൾ ആൾക്ക് സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ചില വീട്ടിൽ ഒരു അമ്മച്ചി കിടപ്പാണ്, എല്ലാ നേരവും അവർ വീട്ടിലുള്ളവർ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അമ്മച്ചി ഒരു കട്ടിലിൽ കിടപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ചെയറിൽ കൊണ്ടുവന്ന് എല്ലാ നേരവും ഭക്ഷണം വെച്ചിട്ട് പിള്ളേർ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോവാണ്, സ്കൂളിലോട്ട് ഓടിപ്പോവാം. അപ്പോൾ ആ അമ്മച്ചി അത് കഴിക്കുന്നില്ല. കാരണം എന്താ, അത് കഴിക്കാനുള്ള ഒരു മനസ്സ് തോന്നുന്നില്ല. കാരണം അത് ഹൃദയപൂർവ്വം തരുന്നതായിട്ട് അമ്മച്ചിക്ക് തോന്നുന്നില്ല. കൊണ്ടുതരുന്നു എന്നുള്ള മട്ടിൽ കൊണ്ടുതരുവാണ്. അപ്പോൾ ഹൃദയപൂർവ്വം, ദൈവവും അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് മനസ്സോടെ എന്ന് പറയത്തില്ലേ, ഹൃദയപൂർവ്വം, മനസ്സോടെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ശരികളും തെറ്റുകളും ഒക്കെ നമ്മൾ അറിയുന്നു. തെറ്റല്ലാത്തത് തെറ്റായത് നമ്മൾ ഉപേക്ഷിക്കണം, ശരിയായത് പ്രവർത്തിക്കണം. അപ്പോൾ ആ അറിവ് കൊണ്ട് മാത്രം അത് നടക്കത്തില്ല. നമ്മളെ മനസ്സും അതിനോട് ചേരണം. നമ്മുടെ ഹൃദയം നമ്മൾ പരിപൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു അടയാളമാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ സമർപ്പണമുണ്ട് അവിടെ. അപ്പോൾ സമർപ്പണ ബുദ്ധിയോടെ ഹൃദയപൂർവ്വം അത് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാർമ്മിക വ്യക്തികളായിട്ട് ധർമ്മബോധത്തോടെ നല്ല ജീവിതം നയിക്കാനായിട്ട് പറ്റുള്ളൂ. സദാചാര ബോധത്തോടെ സദാചാരമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ വേറെ ഒരു പ്രത്യേകതയാണ്, എപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളുള്ളതായിട്ട് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് സങ്കീർത്തനങ്ങൾ, 1-ാം സങ്കീർത്തനം മുഴുവനും രണ്ട് മാർഗങ്ങളാണ്, നീതിമാന്റെ മാർഗവും ദുഷ്ടന്റെ മാർഗവുമാണ് നമ്മൾ കാണുന്നത്. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും.
അപ്പോൾ കർത്താവ് അറിയുന്ന ഒരു മാർഗം നീതിമാന്റെ മാർഗം, പിന്നെ നാശത്തിൽ അവസാനിക്കുന്ന ദുഷ്ടന്റെ മാർഗം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ, രണ്ട് മാർഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ നിയമാവർത്തനം 12-ാം അധ്യായം 26 ദൈവം പറയുന്നുണ്ട്, അനുഗ്രഹവും ശാപവും, രണ്ട് കാര്യങ്ങളാണ് ദൈവം അവിടെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അനുഗ്രഹവും ഉണ്ട്, ശാപവും ഉണ്ട്. കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടും, കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ ശാപം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക്, തിരഞ്ഞെടുക്കാനുള്ള രണ്ട് സാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്നുകിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം. നിയമാവർത്തനം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ വച്ചേക്കുന്നു. ഒന്ന് ജീവനും മറ്റേത് മരണവും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ജീവൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കണം. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നന്മ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവൻ കിട്ടും, തിന്മ തിരഞ്ഞെടുക്കുന്നവർക്ക് മരണമാണ്. അപ്പം നന്മയും ജീവനും ഒരുപോലെ, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അപ്പം നന്മ എന്നെഴുതിയ നാണയം നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് നിത്യജീവനും ഉണ്ട്. തിന്മയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അപ്പുറത്ത് മരണവും ഉണ്ട്. അപ്പം രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ആണ് എന്നർത്ഥം. അപ്പം ജീവൻ വേണമെങ്കിൽ നന്മ ചെയ്യണം, തിന്മ ചെയ്താൽ നമുക്ക് മരണമേ കിട്ടത്തുള്ളൂ. രണ്ട് തിരഞ്ഞെടുപ്പുകളുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇതുപോലെ രണ്ട് വാതിലുകളുടെയും വഴികളുടെയും കാര്യം കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അതുപോലെ ഇടുങ്ങിയ വഴിയും വലിയ വഴിയുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വഴികളെക്കുറിച്ച് പറയുന്നു. അതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നാശത്തിലേക്ക് പോകണമെങ്കിൽ വിശാലമായ വഴിയുണ്ട്, വാതിലുണ്ട്. അതേസമയം ജീവനിലേക്ക് പ്രവേശിക്കാൻ ഇടുങ്ങിയ ഒരു വാതിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓടിച്ചൊന്ന് കണ്ടതാണ്. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ ധാർമ്മികത എങ്ങനെയാണ്, ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. നന്മ ചെയ്യാനും അറിഞ്ഞ് കാര്യങ്ങൾ സമ്മതത്തോടെ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകി, മനുഷ്യന് ബുദ്ധിയും മനസ്സും ഹൃദയവും ഒക്കെ നൽകി ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ധാർമ്മിക ദൈവശാസ്ത്രം എന്താണ് പഠിപ്പിക്കുന്നത്? ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ്, നേരത്തെ പറഞ്ഞ പോലെ സഭാ പാരമ്പര്യങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ശാസ്ത്രീയ പഠനമാണ് ധാർമ്മിക ദൈവശാസ്ത്രം. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ അളവുകോലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, പെരുമാറ്റങ്ങളിൽ ഏത് ശരിയായ പെരുമാറ്റം ഏതാണ്, തെറ്റായ പെരുമാറ്റം ഏതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. എന്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്? യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിലാണ്. വെറുതെ യുക്തി മാത്രമല്ല, റീസൺ. എല്ലാ മനുഷ്യർക്കും യുക്തിയുണ്ട്. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ തെറ്റുകൾ ശരികളോ എന്നുള്ള ബോധം മനസ്സിലുണ്ടെന്ന് നമ്മൾ കണ്ടു. അത് അടിസ്ഥാനപരമായിട്ടുണ്ട്. അതിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂടി വെളിച്ചത്തിലാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരികളും തെറ്റുകളും നമ്മൾ വേർതിരിച്ച് അറിയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത്. മറ്റ് സാധാരണ ധാർമ്മികതയിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ക്രിസ്തീയത എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായ പഠനമാണ്. തൻ്റെ അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മനുഷ്യൻ പിൻചെല്ലേണ്ട മാർഗങ്ങൾ യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നു. തൻ്റെ അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മനുഷ്യൻ പിൻചെല്ലേണ്ട മാർഗങ്ങളാണ്. അപ്പോൾ അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എൻ്റെ അന്തിമ ലക്ഷ്യത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ, നമ്മൾ ആ സൃഷ്ടി വിവരണത്തിൽ കണ്ടു, ദൈവമാണ് ഒരു പദ്ധതി ഉണ്ടാക്കി, ദൈവത്തിനൊരു പ്രത്യേക പ്ലാനോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിന്നുകൊണ്ട് വേണം ഈ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഏതാണ് ശരികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നെ അന്തിമ ലക്ഷ്യത്തിൽ ദൈവത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ യുക്തിയുടെയും വെളിച്ചത്തിൽ, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല വിശകലനം ചെയ്യുന്നത്, യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൽ വിശകലനം ചെയ്ത് നമ്മൾ കണ്ടെത്തുകയാണ് ഏതൊക്കെയാണ് എനിക്ക് നല്ലത്, ഏതൊക്കെയാണ് എനിക്ക് മോശമായ കാര്യങ്ങൾ എന്ന്. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആലോചിക്കുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ആയിക്കോട്ടെ, ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദാനധർമ്മം നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയം പണിയാനോ, ഏത് കാര്യമായാലും ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് ആലോചിക്കുകയാണ്. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ പ്രവൃത്തി എനിക്ക് സന്തോഷം നൽകുമോ എന്നതല്ല നമ്മുടെ ചിന്താ വിഷയം.
അപ്പോൾ കുറച്ച് ആളുകൾ പറയുന്നത് ഒരു പ്രവൃത്തി ശരിയാകണമെങ്കിൽ ശരിയോ തെറ്റോ എന്ന് അറിയാൻ ഉള്ള മാർഗം അതെനിക്ക് സന്തോഷം നൽകുന്നോ എന്ന് ചിന്തിച്ചാൽ മതി. എനിക്ക് സന്തോഷം തരുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ഓക്കെ, നല്ലതാണ്, ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ല നമ്മുടെ ചിന്ത. ഈ പ്രവൃത്തി സമൂഹം അംഗീകരിക്കുമോ ഇല്ലയോ? അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്തു, അത് സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടുന്നതാണെങ്കിൽ അത് നല്ലതാണ്, എനിക്കത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അംഗീകാരം മാത്രം മതിയോ? സമൂഹം അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ധാർമ്മികമാണോ, ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മളപ്പോൾ സമൂഹം അംഗീകരിക്കുന്നതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രവൃത്തി ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നീട് നമ്മൾ കൽപ്പനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ കണക്ഷൻ, ഒരു ബന്ധം നമുക്ക് മനസ്സിലാകും. ഈ പ്രവൃത്തി എനിക്ക് ആത്മാഭിമാനമുള്ള വ്യക്തിയായി ജീവിക്കാൻ കാരണമാകുമോ എന്നതുമുള്ള നമ്മുടെ ചോദ്യം. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചെയ്യുന്നു, അത് ശരിയാണെങ്കിൽ, എനിക്ക് അത് നല്ലതാണെങ്കിൽ, എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ശരിയാണ്. എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അതാണ് മാനദണ്ഡമാക്കി കുറേ പേര് അതിനെയാണ് മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ അതുമല്ല നമ്മുടെ ലക്ഷ്യം. ഈ പ്രവൃത്തി എന്നെ കൂടുതൽ നല്ല വ്യക്തിയാക്കുമോ, വെർച്വസ് ആയിട്ടുള്ളൊരു പേഴ്സൺ, ഒരു നല്ല വ്യക്തിയാക്കുമോ ഈ പ്രവൃത്തി എന്നത് മാത്രം നോക്കിയാൽ, നല്ല വ്യക്തിയാക്കുമെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ്. എന്നെ കുറച്ചുകൂടി എൻ്റെ ക്വാളിറ്റി കുറയ്ക്കുമെങ്കിൽ അതെനിക്ക് ചേർന്നതല്ല, ശരിയായ പ്രവൃത്തി അല്ല എന്നൊരു മാനദണ്ഡമാണ്. നമ്മുടെ മാനദണ്ഡം അതുമല്ല. ഈ പ്രവൃത്തി പരമാവധി ആളുകൾക്ക് പരമാവധി നന്മയാകുമോ എന്ന് നോക്കാനാണ് വേറെ ചിലരുടെ അഭിപ്രായം. ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ, ഇപ്പോൾ ഒരു ദാനം ചെയ്യാൻ പോവുകയാണ്, അത് പരമാവധി ആളുകൾക്ക് പരമാവധി നന്മയാകുമെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വിലയിരുത്തേണ്ടത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, ഈ പ്രവൃത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമോ എന്ന് ചോദിച്ചാലും പോരാ. നമ്മളെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എല്ലാവർക്കും സന്തോഷമാണ്, അത് ഒരുപാട് പേരെ ഹാപ്പിയാക്കും, അതുകൊണ്ട് ഈ പ്രവൃത്തി നല്ലതാണ്. അങ്ങനെ നമുക്ക് ഒരു പ്രവൃത്തിയുടെ മാറ്റുരച്ച് നോക്കാൻ പറ്റത്തില്ല, മാനദണ്ഡമാക്കാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികളെല്ലാം ശരിയാണ്, മറ്റുള്ളവർക്ക് സന്തോഷം നൽകാത്തത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന്. അതുപോലെ ഈ പ്രവൃത്തി എന്ത് ഫലം ഉളവാക്കും? മറ്റുള്ളവർക്ക് നന്മയാണെങ്കിൽ ഓക്കെ, അത് നല്ല പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിന്മയാകുമെങ്കിൽ അത് വേണ്ട, അത് മോശമായ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് മാനദണ്ഡം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പ്രവൃത്തിയെ നല്ലതായിട്ടും മോശമായിട്ടും തരംതിരിക്കാനായിട്ട് പറ്റുമോ? അതാണോ നമ്മുടെ മാനദണ്ഡം? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ നല്ലതാണോ ശരിയാണോ എന്ന് വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, വാദങ്ങളുണ്ട്. അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇതിലേതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രവൃത്തിയെ വിശകലനം ചെയ്യുന്ന ഒരുപാട് എഴുത്തുകൾ നിങ്ങൾ കാണാനിടയാകും. അന്നേരം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം, നമ്മുടെ മാനദണ്ഡം എന്താണ്, ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നറിയാൻ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രവൃത്തിയുടെ മാനദണ്ഡം, ഒരു പ്രവൃത്തിയെ ശരിയോ തെറ്റോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഈ പ്രവൃത്തി എന്നെ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നയിക്കുമോ ഇല്ലയോ? അപ്പോൾ എൻ്റെ ലക്ഷ്യം നേടാൻ, എൻ്റെ ദൈവത്തിൽ എത്തിച്ചേരാൻ ഈ പ്രവൃത്തി എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ടാണ് ഒരു പ്രവൃത്തി ദൈവത്തിലേക്ക് എത്തിക്കുമെങ്കിൽ, എൻ്റെ അന്തിമ ലക്ഷ്യം നേടാൻ എന്നെ സഹായിക്കുമെങ്കിൽ ഈ പ്രവൃത്തി ശരിയാണ്, അതിന് സഹായിക്കുന്നില്ല എങ്കിൽ ഈ പ്രവൃത്തി തെറ്റാണ് എന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു പ്രവൃത്തിയെ വിലയിരുത്തുമ്പോൾ നമ്മുടെ വിലയിരുത്തൽ അങ്ങനെയാണ്. ക്രിസ്തീയ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ്. ധാർമ്മിക ജീവിതവും നമ്മുടെ ശിഷ്യത്വവും തമ്മിൽ ആഴമായൊരു ബന്ധമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവിടെ നമ്മൾ കാണുന്നത്, ഒരാൾ വന്നു, ആ ആൾ എല്ലാവരുമാണ്, മനുഷ്യരായാലും ഒരാൾ നമ്മളുടെ പ്രതിനിധിയാണ്. അവിടെ വന്ന് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഏതെങ്കിലുമൊക്കെ നന്മ പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള ഒരു ധാരണ അതിൻ്റെ പുറകിലുണ്ടല്ലോ. എന്ത് നന്മ ചെയ്താലാണ് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നതെന്ന് ആണ് അന്വേഷണം. യേശു പറയുന്നു, നന്മ പ്രവൃത്തി ചെയ്താൽ മാത്രം പോരാ, കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്. ആ വന്ന് ചോദിച്ച ആൾ എഴുതി കൊടുത്തിട്ടുള്ള കൽപ്പനകൾ, 10 കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നിത്യജീവൻ നേടാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഏതാനും ചില നന്മ പ്രവൃത്തികൾ ചെയ്താൽ മാത്രം
അതുകൊണ്ട് മാത്രം നമ്മുടെ ധാർമ്മിക ജീവിതം എന്ന് പറയുമ്പോൾ അതാണ്, തെറ്റായതൊന്നും ചെയ്യരുത്, ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് ഒതുങ്ങുന്നില്ല നമ്മുടെ ധാർമ്മിക ജീവിതം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അത് മാത്രമല്ല, അതിനപ്പുറമുണ്ട്. കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകണം. അപ്പോൾ അയാളോട് പറയുകയാണ്, നിനക്കുള്ളതെല്ലാം നീ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കണം. അതെന്താ? ദരിദ്രർക്ക് കൊടുക്കുന്നത് ഒരു നല്ല പ്രവൃത്തി ആയതുകൊണ്ട് മാത്രമല്ല അവിടെ പറയുന്നത്, ഒരു നന്മ പ്രവൃത്തിയാണ്, അതുകൊണ്ട് നീ ദരിദ്രർക്ക് കൊടുക്ക് എന്നല്ല. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദരിദ്രർക്ക് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനാകും. ഇപ്പം നിന്റെ നിക്ഷേപം ഭൂമിയിലാണ്. അതെല്ലാം ഉപേക്ഷിച്ച് കളയുമ്പോൾ, ഭൂമിയിലുള്ള നിക്ഷേപത്തിൻ്റെ മേലുള്ള അവകാശമെല്ലാം കഴിയുമ്പോൾ, അത് ഉപേക്ഷിച്ച് കളയുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെയും ലക്ഷ്യം. സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപം ഉണ്ടാകണം, എന്നിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യേശുവിനെ അനുഗമിക്കണം. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അപ്പോൾ ശിഷ്യത്വം, ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് എന്നാണ് അർത്ഥം. മത്തായി 6:21 നമ്മൾ കാണുന്നുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. അപ്പം ഹൃദയം മാറ്റാൻ വേണ്ടിയാണ് യേശു അവനോട് എല്ലാം വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നത്. കാരണം നിന്റെ ഹൃദയം എവിടെയാണ് അവിടെയാണ് നിന്റെ നിക്ഷേപം. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയം സമ്പത്തിലാണ്, ലൗകിക സമ്പത്തിലാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ വിട്ടുപോവുകയാണ്, യേശുവിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കാൻ പറ്റാതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ നിക്ഷേപം മാറ്റാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഹൃദയം മാറ്റുകയാണ്. ഹൃദയം ഭൂമിയിലെ സമ്പത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിലോട്ടാക്കിയാൽ നമ്മുടെ നിക്ഷേപവും സ്വർഗത്തിലാകും. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാക്കുന്ന, നമ്മുടെ ഹൃദയം സ്വർഗത്തിലാക്കുന്ന വിധത്തിൽ നിത്യജീവൻ പ്രാപിക്കാനുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് യേശു പറയുന്നു. അതുപോലെ യേശുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. യേശുവിനെ അനുഗമിക്കാൻ വിളിക്കുന്നു. നമ്മൾ ധാർമ്മിക ജീവിതത്തിലൂടെ യേശുവിൻ്റെ ശിഷ്യരാകുന്നു. ആ ശിഷ്യത്വം നമ്മളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത്തിലേക്കാണ് നയിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു, കൽപ്പന പാലിക്കുന്നതിൻ്റെ പിതാവും ഞാനും വന്ന് അവനിൽ വസിക്കും. ഇപ്പം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിലാണ് പിതാവും പുത്രനും ഒരാളിൽ വന്ന് വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വീക്ഷണത്തിൽ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് വെറുതെ കുറേ ശരിയായ പ്രവൃത്തികൾ ചെയ്തു പോകുന്ന ഒരു ജീവിതം അല്ല, കുറേ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ജീവിതം അല്ല. ആ നന്മ പ്രവൃത്തികൾ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാക്കുന്നതാണ്, നമ്മളെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. അന്തിമ ലക്ഷ്യം എന്താണ്? യേശുവിൻ്റെ ശിഷ്യരാകുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധിവാസത്തിലാകുക, കൂട്ടായ്മയിലാവുക എന്നുള്ളതാണ് ആ പരമമായ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ക്രിസ്തീയ ധാർമ്മിക ജീവിതം പരിശുദ്ധ ത്രിത്വത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ്, പരിശുദ്ധ ത്രിത്വത്തിലുള്ള ജീവിതം ആണ് എന്ന് പറയാം. കേവലം നന്മ പ്രവൃത്തികൾ, ശരിയായുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒതുങ്ങുന്ന ജീവിതമല്ല, അത് ശിഷ്യത്വമാണ്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയുടെ ഒരു ജീവിതമാണ് എന്നർത്ഥം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ശരികളും തെറ്റുകളും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു ധാർമ്മിക ജീവിതം നമ്മുടെ ശിഷ്യത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള യോജിപ്പാണ് എന്നെല്ലാം കണ്ടു. ഇനി നമ്മൾ കുറച്ചുകൂടി തിയററ്റിക്കലായിട്ട് വന്നാൽ, ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിയും പ്രവൃത്തിയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരാളെ വിധിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തെ വിധി പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കണക്കിലെടുക്കണം. അവിടെ ഒരു വ്യക്തിയുണ്ട്, ഒരാളാണല്ലോ പ്രവർത്തിക്കുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുണ്ട്, ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയുണ്ട്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നിനെ മാത്രം നമ്മൾ വിശകലനം ചെയ്താൽ പോരാ, 2നെയും കണക്കിലെടുക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ മനുഷ്യ വ്യക്തി, ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലവും. അപ്പോൾ നല്ലതാണ്, മരം നല്ലതാണെങ്കിലേ അതിൻ്റെ ഫലവും നല്ലതാകത്തുള്ളൂ. ഫലം നല്ലതാണെങ്കിലേ പിന്നെ അത് മുളച്ചുണ്ടാകുന്ന മരവും നല്ലതാകത്തുള്ളൂ. നമ്മളൊരു നല്ല മാവ് നട്ടാൽ മാങ്ങ ഉണ്ടാകണമെങ്കിൽ നല്ല ഒരു വിത്ത് നടണം. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നല്ല മരം ഉണ്ടാകത്തുള്ളൂ. ഇനി ആ നല്ല മരം നല്ലതാണെങ്കിലേ അതിൽ നിന്ന് നല്ല മാങ്ങ ഉണ്ടാകത്തുള്ളൂ. വീണ്ടും ആ മരം നല്ലതാകണമെങ്കിൽ അതിൻ്റെ വിത്ത് നല്ലതാണ്. അങ്ങനെ പരസ്പര ബന്ധമുണ്ട് അതിന്. അപ്പോൾ ഒരു വ്യക്തിയും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നർത്ഥം.
ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ വെളിച്ചത്തിലാണല്ലോ. അതുകൊണ്ട് വ്യക്തി നല്ലതാകണം, വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും നല്ലതാകണം. ചില സമയത്തൊക്കെ നമുക്ക് മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല വ്യക്തികളെ കാണാം, നല്ല പ്രവൃത്തി ചെയ്യുന്ന മോശമായിട്ടുള്ള ആളുകളും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ധാർമ്മികതയുടെ വെളിച്ചത്തിൽ നോക്കിയാൽ രണ്ടും ശരിയാകണം. വ്യക്തിയും നല്ലതാകണം, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും നല്ലതാകണം. അപ്പോൾ വ്യക്തിക്ക് എങ്ങനെയാണ് നല്ലതാകാൻ സാധിക്കുന്നത്? വ്യക്തിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്കറിയാം, നേരത്തെ കണ്ടു, മനുഷ്യന് ബുദ്ധിയും മനസ്സും ഹൃദയവും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ ഒരു കാര്യം ശരിയും തെറ്റും അറിഞ്ഞ് മനസ്സ് വെച്ച് ഹൃദയപൂർവ്വം നന്മ ചെയ്യണം എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ എപ്പോഴും നമുക്കത് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നമുക്കത് കഴിയുമോ? എപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധി നമുക്കറിയാം പാപം മൂലം മന്ദിച്ചിരിക്കുകയാണ്, അത് അഴുക്ക് പുരണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ ഹൃദയവും പാപം മൂലം മലിനമായതുകൊണ്ട് ശരിയായിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് ബുദ്ധിമുട്ട് നേരിടും, തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഈ ബുദ്ധിയും മനസ്സും ഹൃദയവും ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. ശുദ്ധീകരണം ആവശ്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, കൂദാശകൾ സ്വീകരിക്കുക ഒക്കെ. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയും മനസ്സും ഹൃദയവും ക്ലിയറായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അറിഞ്ഞ കാര്യത്തോട് സമ്മതം കൊടുക്കാനും സമ്മതം കൊടുത്ത കാര്യം ഹൃദയപൂർവ്വം ചെയ്യാനുമുള്ള ഒരു പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമ്മൾ വിശുദ്ധിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കും. നമ്മൾ വിശുദ്ധരായിട്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം എളുപ്പമാണ്. നമുക്കറിയാം, ഒരു നല്ല കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ എളുപ്പമാണ്. കൃപാവരത്തിൻ്റെ അവസ്ഥയിലാകും. ആ സമയം നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടായിരിക്കും. ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സമയം എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ മൂഡ് ഔട്ടായിരിക്കും, നമ്മുടെ മനസ്സ് ക്ഷയിച്ചിരിക്കും, ബുദ്ധിക്ക് ഒന്നും മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഒന്നും നന്മ ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നല്ല വ്യക്തികളായിരിക്കാൻ, ധാർമ്മിക വ്യക്തികളായിരിക്കാൻ ഒന്നാമത്തേത് കൃപാവരം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് നമ്മിൽ തന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്, കൃപാവരം ആവശ്യമാണ്. എപ്പോഴും കൃപാവരാവസ്ഥയിൽ ആയിരിക്കുക, നല്ല ദൈവവുമായിട്ടുള്ള രമ്യതയിലായിരിക്കുക. അപ്പോൾ ദൈവത്തിന് നമ്മളോട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് എളുപ്പത്തിൽ കഴിയും കൃപാവരാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ. ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കൃപാവരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അത് നമ്മൾ ബൈബിൾ വായിക്കുക, വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, കൂദാശകൾ സ്വീകരിക്കുക, അങ്ങനെ ആ ജീവിത ശൈലിയിലായിരിക്കുമ്പോഴാണ് കൃപാവരാവസ്ഥയിലായിരിക്കും. അന്നേരം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാൻ എളുപ്പം കഴിയും. ആ ചോയ്സിൽ തെറ്റ് പറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ വേണത് പരിശീലനം ആവശ്യമാണ്. നമ്മുടെ ബുദ്ധി നമുക്കറിയാം, ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ടല്ലോ. നമ്മൾ കൈ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് മൂവ് ചെയ്യാൻ വേദനയാന്ന് പറയുമ്പോൾ ആ കൈ എവിടെയാണോ ചലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗം കൂടുതൽ ഭാഗം പ്രാവശ്യം ഇങ്ങനെ ചലിപ്പിച്ച് അതിനെ ശക്തിപ്പെടുത്തും. അപ്പോൾ അതുപോലെ നമ്മുടെ ബുദ്ധിയും മനസ്സും ഹൃദയവും മന്ദീഭവിച്ചിരിക്കുന്നു, ഒന്നിനും മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ഹൃദയപൂർവ്വം ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാകുമ്പോൾ നമ്മൾ തന്നെ പരിശീലിക്കണം. ഈ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഒക്കെ ഉണർത്തി നന്മ ചെയ്യാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ബുദ്ധിയും മനസ്സും ശരിയല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ താൽക്കാലികമായിട്ട് നന്മയുള്ളതിനെ നമ്മൾ നന്മയെന്ന് തെറ്റിദ്ധരിക്കും. നമ്മുടെ അന്തിമ ലക്ഷ്യം നമ്മൾ മറന്നുപോകും. ഈ പ്രവൃത്തി എന്നെ എൻ്റെ ദൈവത്തിലേക്ക്, എൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പ്രവൃത്തി എനിക്കിപ്പം ഇത് ചെയ്താൽ എനിക്ക് സന്തോഷമാകും, അതുകൊണ്ട് ഇത് നല്ലതാണെന്ന് കരുതി ചെയ്യാൻ ഇടയാകും, കൃപാവരത്തിൽ അല്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് കൃപാവരത്തിലായിരിക്കണം, നന്മ ചെയ്ത് പരിശീലിക്കുകയും വേണം. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു പാഠം ഉണ്ടായിരുന്നു കുഞ്ഞു ക്ലാസ്സിൽ. അപ്പോൾ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്ന ആളാണ് വലുതാവുമ്പോൾ വലിയ കാര്യങ്ങൾ. സർക്കസിലെ ആളുകൾ അങ്ങനെയല്ലേ, എന്തുമാത്രം പരിശീലിച്ചിട്ടാണ് അവർ വലിയ കാര്യങ്ങൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നന്മ ചെയ്യാനും നമുക്ക് പരിശീലനം ആവശ്യമാണ്. നമ്മുടെ ബുദ്ധിയെയും നല്ല കാര്യങ്ങൾ അറിയാൻ ബുദ്ധിയെ പരിശീലിപ്പിക്കണം, അത് മനസ്സ് വെച്ച് ചെയ്യാൻ പരിശീലിക്കണം, ഹൃദയപൂർവ്വം ചെയ്യാനും അത് നമ്മളെ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല വ്യക്തികളായിട്ട് തീരാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഉള്ളത് മാനുഷിക പ്രവൃത്തി. അപ്പോൾ ഒരു മനുഷ്യ വ്യക്തി നല്ലതായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രവൃത്തിയെ നമ്മൾ നോക്കണം. ആ പ്രവൃത്തി നല്ലതാണോ,
ഇല്ലാത്തതാണ്, മോശമാണോ എന്ന്. മനുഷ്യൻ്റെ പ്രവൃത്തിയെ നമുക്ക് രണ്ടായിട്ട് പറയുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. നമ്മുടെ ബോധമില്ലാതെ നമ്മൾ ബോധപൂർവം അല്ലാതെ തന്നെ നടക്കുന്ന പ്രവൃത്തികളുണ്ട്. അതേസമയം മാനുഷിക പ്രവൃത്തികൾ, ഹ്യൂമൻ ആക്ട്സ് എന്ന് പറയും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് മാത്രമേ ദൈവം ഒരു കാര്യം അറിഞ്ഞ് അതിന് സമ്മതം കൊടുത്ത് ബോധപൂർവ്വം സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ എന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം അറിവോടും സമ്മതത്തോടും കൂടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹ്യൂമൻ ആക്ട്സ്. മനുഷ്യൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് അറിയാതെ ചെയ്തു പോകുന്നതല്ല. അതാണ് മനുഷ്യ പ്രവൃത്തി. അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന സ്വതന്ത്രമായ പ്രവൃത്തികൾ. ഒരു കാര്യം ഞാൻ ശരിയാണെന്ന് അറിഞ്ഞു, എനിക്കത് ചെയ്യാൻ മനസ്സുണ്ട്, ആ ഫ്രീഡത്തിൽ ചെയ്യുന്നു, സ്വതന്ത്രമായിട്ട് ചെയ്യണം, ആരെയും പേടിച്ചിട്ടല്ല, ഒന്നും നേടാനുമല്ല, വെറുതെ എൻ്റെ സ്വതന്ത്ര മനസ്സോടെ ചെയ്യുന്ന പ്രവൃത്തി. അതാണ് ഹ്യൂമൻ ആക്ട്സ് അല്ലെങ്കിൽ മനുഷ്യ പ്രവൃത്തി. ഒരു പ്രവൃത്തി മനുഷ്യ പ്രവൃത്തി ആകുന്നതിനാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. അത് ഒന്നാമത്തേത് എനിക്ക് പറഞ്ഞത് അറിവ് വേണം. അപ്പോൾ ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് നന്മ ചെയ്യണം, തിന്മ ചെയ്യരുതെന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ ഏതൊക്കെയാണ് നല്ല പ്രവൃത്തി, ഏതൊക്കെയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രവൃത്തികൾ ഏതൊക്കെയാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ചെയ്യാൻ തെറ്റായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ശരി തെറ്റുകളെക്കുറിച്ച് അറിവ് വേണം. അതുപോലെ സ്വതന്ത്ര മനസ്സ് വേണം. നമ്മുടെ ഫ്രീ വിൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാർമ്മികതയുടെ കാര്യത്തിൽ. സ്വതന്ത്രമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. ആരുടെയും ഒരു തരത്തിലുമുള്ള ഭീഷണിയോ എന്തെങ്കിലും ഒരു പേടിയോ ഒന്നുമില്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അറിഞ്ഞ കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു, അത് ചെയ്തത് സ്വതന്ത്ര മനസ്സോടെയാണോ അറിഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുകൾ നമ്മൾ നടത്താനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതിൽ ഒന്നാമത്തേത് അജ്ഞതയാണ്. അറിവിൻ്റെ ഓപ്പോസിറ്റാണ് അജ്ഞത. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു, അറിയാതെയാണ് ചെയ്തത്, തെറ്റാണെന്ന് അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളല്ല. അത് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്തതല്ല എന്ന് പറയും. അറിയാതെ ഒരു കാര്യം ചെയ്തു, ഇപ്പോൾ എന്തെങ്കിലും ആദ്യമായിട്ട് ക്രിസ്ത്യാനിയായി ഒരാൾ മാമോദീസയൊക്കെ സ്വീകരിച്ചു, വെള്ളിയാഴ്ച മാംസം കഴിച്ചു. വെള്ളിയാഴ്ച മാംസം കഴിക്കരുതെന്നോ ഒന്നും ആൾക്കറിയത്തില്ലായിരുന്നു, അറിയാത്തതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നമ്മൾ അയാളെ വിധിക്കുമ്പോൾ അറിയാതെ ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമായിട്ട് അതിനെ സ്വീകരിക്കത്തില്ല. പിന്നെ രണ്ട് തരത്തിലുള്ള അജ്ഞതയുണ്ട്. കുറ്റകരമല്ലാത്ത അജ്ഞതയാണ് ഒന്നാമത്തേത്. കുറ്റകരം അല്ലാത്ത അജ്ഞത, അതിനെ അജയ്യമായ അജ്ഞത എന്ന് പറയും, ഇൻവിൻസിബിൾ ഇഗ്നറൻസ് എന്ന് പറയും. കുറ്റകരം അല്ലാത്ത, എൻ്റെ അറിവില്ലായ്മയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഒരു എക്സാമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടുജോലിക്കാർ നിൽക്കുന്നു, ഒരു വീട്ടിലൊരു വലിയ ഒരു പുരുഷനുണ്ട്, അദ്ദേഹത്തെ നോക്കാൻ ഒരു കൊച്ചു പയ്യനും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്താണെന്ന് കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് അവൻ തെറ്റായ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തു, വെള്ളം കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ ചെയ്തു, ആൾക്ക് മരണത്തിന് ഇടയാക്കി. അന്നേരം അത് ഇവിടെ കുറ്റകരമല്ലാത്ത അജ്ഞതയാണ്. അവന് വീട്ടുജോലിക്ക് ഒരാൾ വരുമ്പോൾ അവന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ അറിഞ്ഞിരുന്നാൽ നല്ലത്. പക്ഷേ നമ്മൾ വീട്ടിൽ ജോലിക്കാരെ എടുക്കുമ്പോൾ പാചകമേ അറിയാമെന്ന് നോക്കത്തുള്ളൂ, അല്ലാതെ ഈ കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. അത് കുറ്റകരമല്ലാത്ത അജ്ഞത, അറിയാൻ അവന് ഉത്തരവാദിത്വം ഇല്ല. അതേസമയം കുറ്റകരമായ അജ്ഞതയുണ്ട്. കുറ്റകരമായ അജ്ഞത എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സാണ്, ഹോം നേഴ്സാണ്, വീട്ടിൽ നിന്നു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് തെറ്റായിട്ടുള്ള ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു, അല്ലെങ്കിൽ തെറ്റായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ആൾക്ക് ജീവൻ അപകടത്തിലായെങ്കിൽ ആ നേഴ്സ് കുറ്റകരമായ അജ്ഞതയെന്ന് പറയും. അറിവില്ലായ്മ അല്ല, അത് അറിയേണ്ട കാര്യമായിരുന്നു, പക്ഷേ അറിഞ്ഞില്ല, എന്തോ മറന്നുപോയോ അല്ലെങ്കിൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചില്ലാത്തതുകൊണ്ട് അറിയാതെ അപകടം ചെയ്യുന്നത്, ആ പ്രവൃത്തിക്ക് ആ നേഴ്സ് ഉത്തരവാദിയാണ്. അപ്പോൾ കുറ്റകരം ആയ അജ്ഞതയാണ് അവിടെ. ചില നിയമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയത്തില്ല എന്ന് പറയും. ഇപ്പോൾ ഉപവസിക്കേണ്ട കാര്യം, വർജനകളെക്കുറിച്ച് അറിയത്തില്ല, നോമ്പുകാലമായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ, മാമോദീസ സ്വീകരിച്ചു, ഉടനെ നോമ്പായിരുന്നു, അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, നോമ്പാണെന്ന് അറിഞ്ഞില്ല, ഇറച്ചി കഴിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപവസിച്ചില്ല എന്നോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അറിയാതെ ചെയ്തു, അതവിടെ കുറ്റകരമല്ല. അതേസമയം വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിട്ട് ഇരിക്കുന്നു, പള്ളിയിൽ വരുന്നുണ്ട്, സുവിശേഷ സംഘത്തിലുമുണ്ട്, എല്ലാ ടോക്കും കേട്ടിട്ടുണ്ട്, നോമ്പിനെ കുറിച്ചും എല്ലാം അറിയാം, അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, എന്നിട്ടും നോമ്പുകാലത്ത് വെള്ളിയാഴ്ച മാംസം കഴിച്ചെങ്കിൽ
അത് അജ്ഞതയല്ല, കുറ്റകരമായ പ്രശ്നങ്ങളാണ് അതവിടൊക്കെ. അതുപോലെ ചിലപ്പോൾ നമുക്ക് തെറ്റായ അറിവുണ്ട്, ശരിയാണെന്ന് കരുതി ചിലപ്പോൾ ചില ആളുകൾ തെറ്റ് ചെയ്യും. അമ്മമാർ തന്നെ മോഷണം പഠിപ്പിക്കുന്നുണ്ട്. കാര്യം അത് പോയി എടുത്തോണ്ട് വാ, ഇത് പോയി എടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് അയലത്തെ പറമ്പിലൊക്കെ വിട്ട് തേങ്ങായോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അത് ശരിയല്ല എന്നൊരു ചിന്തയേ ഇല്ല. തെറ്റായ അറിവ് കാരണം അവൻ ചെയ്യുന്നത് ശരിയാണെന്ന് കരുതിയാണ് അവൻ ചെയ്യുന്നത്, പക്ഷേ അത് ശരിയല്ല. വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ തെറ്റായ അറിവിൽ നിന്നും ഒരു പ്രവൃത്തി ചെയ്താൽ ഉത്തരവാദിത്വം ഇല്ല. പിന്നെ വരുന്നത് അശ്രദ്ധയോടെ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ ഉത്തരവാദികളല്ല. അശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കില്ല. സ്വതന്ത്രമായിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്താൽ, ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്തു, ചിലപ്പോൾ നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ടല്ലോ, ശ്രദ്ധിക്കാതെ കാറ് പുറകോട്ടെടുത്തു, കുട്ടികൾ അതിനിടയിൽ ഒളിച്ചു കളിക്കുമായിരുന്നു, മരിക്കാനിടയായി, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ പറയുന്നു, അശ്രദ്ധ. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ ആള് ഉത്തരവാദി അല്ല, അയാളെ ഗൗരവമായിട്ടെടുക്കാൻ പറ്റത്തില്ല. അതേസമയം മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു, അങ്ങനെ അശ്രദ്ധ പറ്റി. അപ്പോൾ അശ്രദ്ധയ്ക്ക് കാരണം മദ്യപാനമാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ മദ്യപിച്ചിട്ട് ആണ് അശ്രദ്ധ ഉണ്ടാകാൻ കാരണമായെങ്കിൽ ആ അശ്രദ്ധയ്ക്ക് ഇയാൾ ഉത്തരവാദിയാണ്. രണ്ട് തരമാണ്. ഒന്ന് അറിയാതെ ഉണ്ടാകുന്ന അശ്രദ്ധയും, മറ്റേത് അശ്രദ്ധയ്ക്ക് കാരണം ഞാൻ ഉണ്ടാക്കിയെങ്കിൽ അത് ഗൗരവമായ കാര്യം തന്നെയാണ്. അങ്ങനെയാണ് വിധി പറയുന്നത്. ഒരു പ്രവൃത്തി നമ്മൾക്ക് എത്രമാത്രം നമ്മളതിൽ തെറ്റുകാരാണ് എന്ന് കണ്ടെത്താനുള്ള വഴി അതാണ്. പിന്നെയുള്ളത് നമുക്ക് വികാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വികാരങ്ങൾ അതിൽ തന്നെ ചീത്തയായോ നല്ലതോ മോശമോ അല്ല, പക്ഷേ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കണം എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നു, വഴക്കുണ്ടാക്കി, ആ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഒരാളെ തല്ലി അല്ല ഒരാളെ കൊന്നു എന്നിരിക്കട്ടെ. ആ ദേഷ്യം പെട്ടെന്ന് ഉണ്ടായതാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വികാരങ്ങളുടെ പുറത്ത് ആണ് ഒരു രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായി, പെട്ടെന്നുണ്ടായ വികാരത്തിൽ കൊന്നതാണെങ്കിൽ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അയാളെ നമ്മൾ വിധിക്കുമ്പോൾ, ആ പ്രവൃത്തിയെ നമ്മൾ ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അയാൾ അന്നത്തെ വികാരാവേശത്തിൽ ചെയ്തതാണെന്ന് പറയും. അതേസമയം ആ വികാരം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഈ പല കൊലപാതകത്തിൽ നമ്മൾ കാണുന്നുണ്ടത് പണ്ടേ ഉണ്ടായിട്ടുള്ള വഴക്കുകളുടെ പേരിൽ വിദ്വേഷം ഉണ്ടായിരുന്നു. ആ ചെറിയ ദേഷ്യം വളർന്ന് വലുതാകാൻ അനുവദിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായ ആ അടിസ്ഥാനപരമായിട്ടുള്ള വെറുപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി കൊല്ലുകയോ തല്ലുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിദ്വേഷത്തിനും വെറുപ്പിനും ഒക്കെ അയാൾ ഉത്തരവാദിയാണ്. അങ്ങനെ ചെയ്യുന്ന കൊലപാതകങ്ങൾക്ക് ഗൗരവം നമ്മൾ കണക്കാക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ അശുദ്ധമായ പ്രവൃത്തികൾ, റേപ്പൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അത് ചെയ്യാൻ കാരണമാകുന്നത് അന്നേരമുള്ള വികാരം കൊണ്ട് ചെയ്തു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടത്, അയാൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, മനസ്സിൽ കാണുന്ന ഭാവനകൾ, ഇതെല്ലാം കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ. ആ വികാരം, പെട്ടെന്നൊരു വികാരം ഉണ്ടാകാൻ നേരത്തെ ഞാൻ കാരണം ഉണ്ടാക്കി ഉള്ള അവസ്ഥയിലാണ് ഈ വികാരങ്ങളുടെ മേൽ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഉത്തരവാദികൾ ആണ്. അപ്പം അതുകൊണ്ടാണ് നല്ലത് മാത്രം കാണണം, നല്ലത് മാത്രം കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. പെട്ടെന്ന് അശുദ്ധഭാവങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം. വികാരങ്ങൾ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ ആ വികാരം ഉണ്ടായി, അതിന് നീ കാരണമായിട്ടുണ്ടോ? നിന്റെ വായനയും എന്തെങ്കിലും കണ്ടതും കേട്ടതും വായിച്ചതും സങ്കല്പിച്ചതും ഒക്കെ ഈ പാപത്തിലേക്ക് നയിക്കാൻ കാരണമായി എങ്കിൽ വികാരത്തിൻ്റെ പുറത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഉത്തരവാദി ആണ്. അതുപോലെ പീഡിപ്പിച്ചും പേടിപ്പെടുത്തിയും ഒക്കെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചില മനുഷ്യരുണ്ട്, ആളുകളെ പേടിപ്പിച്ചിട്ട് സൈൻ ചെയ്ത് വാങ്ങും. വസ്തുക്കളൊക്കെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഭീഷണി മുഴക്കി വിൽപത്രം എഴുതി സൈൻ ചെയ്യിപ്പിക്കും. അതൊന്നും സ്വതന്ത്രമായിട്ട് ചെയ്ത പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരപ്പനെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് വിരലടയാളം വാങ്ങിയെങ്കിൽ ആ വസ്തു എഴുതി കൊടുത്തു എന്നുള്ളത് നമുക്ക് ഒരു അപ്പൻ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. അതിൽ പേടിപ്പിച്ചിട്ട് ചെയ്യും. കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ ദുരുപയോഗിക്കാം കുട്ടികളെ. ഇതിന് വീട്ടിൽ പറഞ്ഞു എന്ന് പേടിപ്പിച്ചിട്ട് അത്രമാത്രം ഭയം ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് അതിനെ വീണ്ടും വീണ്ടും ദുരുപയോഗിച്ചാൽ അത് ഭയത്തിൻ്റെ പുറത്ത് ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തി കുട്ടി ഉത്തരവാദി ആയിരിക്കുകയില്ല. ചെയ്യിക്കുന്ന ആൾ ഉത്തരവാദിയാണ്. പക്ഷേ പേടിച്ചിട്ട് ഒരു കുട്ടി ഒരു പാവം ചെയ്താൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം കുറവായിരിക്കും. അതേസമയം ഒരു വലിയ ആളാണ്, അയാളോട് ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പേടിപ്പിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കുട്ടിയുടെ കാര്യത്തിൽ എടുക്കുന്ന പോലെയല്ല. അവിടെ ഭയം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഭയമായിരുന്നു, പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്തില്ല. വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് വലിയ ഭയമൊന്നും അല്ലല്ലോ.
കൊന്നുകളയും എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയോട് ഒരാൾ നിന്നെ കൊന്നുകളയും അല്ലെങ്കിൽ നിന്റെ അപ്പനെ കൊന്നുകളയും എനിക്ക് വഴങ്ങണമെന്ന് പറയുന്നതും ഒരു വലിയ മുതിർന്ന സ്ത്രീയോടോ പുരുഷനോടോ നിന്റെ ഭർത്താവിനെ അറിയിക്കും അല്ലെങ്കിൽ ഭാര്യയെ അറിയിക്കും ഇനിയും വഴങ്ങണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഭയമായാലും വികാരമായാലും എൻ്റെ ശക്തിക്ക് അതീതമായ രീതിയിൽ അത് ഉണ്ടായി പോയതുകൊണ്ട് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എൻ്റെ ഉത്തരവാദിത്വം അതിൽ കുറവാണ്. പക്ഷേ എനിക്ക് അതിജീവിക്കാമായിരുന്ന ഭയമായിരുന്നു, എനിക്ക് അതിജീവിക്കാമായിരുന്ന വികാരമായിരുന്നു, എങ്കിലും ഞാൻ ഈ പ്രവൃത്തി ചെയ്തു എന്ന് വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അതിന് ഉത്തരവാദിയാണ് ആ പ്രവൃത്തിക്ക്. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം പറയുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് പറയുന്ന സാഹചര്യങ്ങളും അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പറയണമെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. ഒരു പ്രവൃത്തിയെ നമ്മൾ വിധിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം എനിക്കുണ്ട് ഇല്ല എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി. അതുപോലെ മാനസിക രോഗങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ചെയ്യുന്ന പരമ്പരാഗതമായ രോഗങ്ങൾ കാരണം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ ഉത്തരവാദികളല്ല. മാനസിക രോഗങ്ങൾ കാരണം ചെയ്യുന്നത് അല്ലെങ്കിൽ സാമൂഹികമായ ഭയം, ഏതെങ്കിലും ഒരു സംഘടനയിലൊക്കെ ഗുണ്ടയുടെ കൂട്ടത്തിൽപ്പെട്ടു, ഇനി അവിടെ നിന്ന് മാറിപ്പോന്നാൽ അവർ കൊല്ലുമെന്ന് പറയുന്നു, അതുകൊണ്ട് പേടിച്ചിട്ട് വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അവസ്ഥ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം നമ്മൾ അത്രയും കുറച്ച് കാണണം. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്, ഒരിക്കൽ പോയി പെട്ടുപോയതാണ്, ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, കൊന്നുകളയും എന്നുള്ള ആത്മാർത്ഥമായ ഭയം ഉണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് ഉത്തരവാദിത്വം കുറവാണ്. സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. ഒരു പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഒന്നാമത്തത് വസ്തുത, 2 സാഹചര്യം, 3 ഉദ്ദേശ്യം, ഇൻറ്റൻഷൻ. ഓബ്ജക്റ്റ് ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അതിൽ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാമായിരിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന കളവ് പറയുക തെറ്റാണെന്ന് നമുക്കറിയാം, കൊലപാതകം തെറ്റാണെന്നറിയാം, വ്യഭിചാരം തെറ്റാണെന്നറിയാം. അങ്ങനെയുള്ള വസ്തുതാപരമായിട്ട് അത് തെറ്റാണ്. ഇപ്പം പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താണ് എന്ന് വെച്ചാൽ മധുരമാണ്. അത് കേരളത്തിലായാലും മധുരമാണ്, യൂറോപ്പിൽ പോയി ടേസ്റ്റ് ചെയ്താലും മധുരമാണ്, ആഫ്രിക്കയിലായാലും പഞ്ചസാരയ്ക്ക് മധുരമാണ്. ഉപ്പിൻ്റെ രസം ഉപ്പ്. അപ്പോൾ അതിനാണ് യൂണിവേഴ്സൽ എന്ന് പറയും, എല്ലായിടത്തും അത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ചില പ്രവൃത്തികൾ എപ്പോഴും ഏത് സാഹചര്യത്തിലായാലും സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ തന്നെ അതിൽ തന്നെ അത് അങ്ങനെയാണ്, തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ്. അതാണ് നമ്മൾ വസ്തുത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ചെയ്ത പ്രവൃത്തി വസ്തുതാപരമായിട്ട് അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നോക്കുക. പിന്നെയുള്ളത് സാഹചര്യം. ഏത് സാഹചര്യത്തിലാണത് ചെയ്തത്, ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക. ഇപ്പോൾ ചിലപ്പോൾ കോപ്പിയടി എന്ന് പറയുന്നത് പണ്ടത് കൂടുതൽ ഗൗരവമായ തെറ്റായിരുന്നു, ഇപ്പോൾ അത് തെറ്റല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ LKGയിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾ 2 കുട്ടികൾ കോപ്പിയടിക്കുക, സ്പെല്ലിംഗ് നോക്കി എഴുതി. അപ്പോൾ അവരെ പിടികൂടി പിടികൂടി നമ്മൾ വിധിക്കാൻ പോവാണ്. ചോദിച്ചപ്പോൾ മുഴുവൻ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ മമ്മി തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കല്ലേ, അവർക്ക് പേടിയാണ്. കുട്ടികളെ കൊല്ലുമെന്നും തല്ലുമെന്നും ഒക്കെ പറഞ്ഞാൽ അവർക്ക് പേടിച്ചിട്ടാണ് ആ LKG സ്റ്റുഡൻസ് കോപ്പി അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അവർക്ക് പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് വലിയ ഗൗരവമായിട്ടുള്ള ശിക്ഷയൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് നേർവഴിക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അവരുടെ മാതാപിതാക്കളെ നമ്മൾ ഉപദേശിക്കുകയും വേണം. അവരുടെ മാർക്ക് കുറഞ്ഞാൽ എങ്ങനെയെങ്കിലും മാർക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് ആ കുട്ടികളെ മനസ്സിലാക്കാനും ശരിയായിട്ട് അവരെ പഠിപ്പിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ അതേസമയം വേറൊരു ഹയർ എക്സാമിനേഷന്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രൊമോഷൻ്റെ ടെസ്റ്റിന് ആണ് കോപ്പിയടി നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് അതിനെ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കണം. കാരണം നിയമം പാലിക്കാൻ നീതിപാലകരാണ്, അത് മുതിർന്ന ഒരു വ്യക്തിയാണ്, കോപ്പിയടിയുടെ എല്ലാ തരത്തിലും അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആണ് ചെയ്യുന്നത്. അവിടെ ആ പ്രശ്നം വളരെ ഗൗരവമാണ്. അപ്പോൾ ഒരു പ്രവൃത്തി അതിൽ തന്നെ തെറ്റാണ്. പക്ഷേ ആ സാഹചര്യങ്ങൾ, കുട്ടികളായ ആര് ചെയ്ത ആളിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രവൃത്തിയുടെ ഗൗരവം കൂടി അല്ലെങ്കിൽ ഗൗരവം കുറഞ്ഞു. അപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ പരിഗണന കൊടുക്കുന്നത് ഒരു പ്രവൃത്തിയുടെ ഗൗരവം കണക്കിലെടുക്കാനാണ്. തെറ്റായ ഒരു പ്രവൃത്തി ചെയ്താൽ അത് ശരിയാകുന്നില്ല, പക്ഷേ ആ പ്രവൃത്തിയുടെ ഗൗരവം നമ്മൾ കുറയ്ക്കുന്നോ കൂട്ടുന്നോ എന്ന് നോക്കാൻ പറ്റും സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മോഷ്ടിക്കുന്നു, അപ്പോൾ വെറുതെ മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി കുറേ കുട്ടികൾ ബാങ്ക് കുത്തി തുറന്ന് പൈസ എടുക്കുന്നത്, ആ സാഹചര്യം ആരാണത് ചെയ്തത്? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അത് എന്തിനു ചെയ്തു? അവർക്ക് മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഗൗരവം കൂടി, സാഹചര്യം
തെറ്റിൻ്റെ ഗൗരവം കൂട്ടുന്നു. രോഗിണിയായ അമ്മയ്ക്ക് ഭക്ഷണമോ മരുന്നോ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അയലത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് പേഴ്സിൽ നിന്ന് മോഷ്ടിച്ചു ഒരു കുട്ടി. അപ്പോൾ അവൻ്റെ സാഹചര്യം അവൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം കുറയ്ക്കുന്നു. അപ്പോൾ അവനെ നമുക്ക് ഈ മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി ബാങ്ക് കുത്തി തുറന്ന കുട്ടികളുടെ ഒപ്പം അല്ല അവൻ്റെ പ്രവൃത്തിയുടെ ഗൗരവം നമ്മൾ കണക്കാക്കുന്നത്. പ്രവൃത്തി രണ്ടുപേര് ചെയ്തതും തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം മാത്രം മാറുന്നു, കുറയുകയോ കൂടുകയോ ചെയ്യുന്നു. അതുപോലെ ഇൻറ്റൻഷൻ, ഉദ്ദേശ്യം, എന്ത് ലക്ഷ്യത്തോടെ ചെയ്തു എന്നുള്ളതും നമ്മൾ പരിഗണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണി കിടക്കുന്ന അമ്മയ്ക്ക് മരുന്നോ ഭക്ഷണമോ വാങ്ങി കൊടുക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടെ എടുക്കുന്നതും മയക്കുമരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഇൻറ്റൻഷൻ അത് നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ വസ്തുത, സാഹചര്യം, ഉദ്ദേശം, ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇത്രയും നമ്മൾ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം വസ്തുതാപരമായിട്ട് തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഏത് സാഹചര്യത്തിൽ ആര് ചെയ്തു, എന്ത് ഉദ്ദേശത്തോടെ ചെയ്തു എന്ന് പരിഗണിക്കുമ്പോൾ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം കുറയുകയോ കൂടുകയോ ചെയ്യുന്നു എന്ന് മാത്രം. ലഘുവാകുകയോ ഗുരുവാകുകയോ ചെയ്യുന്നു എന്ന് പറയും. ചെറുതായോ അല്ലെങ്കിൽ കുറച്ചോ കൂടുകയോ ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധി പറയുന്നു. അപ്പം അതുകൊണ്ട് കൺഫെഷന് പോകുമ്പോൾ കുമ്പസാരത്തിൽ നമ്മൾ സാഹചര്യങ്ങൾ പറയണം, എത്ര പ്രാവശ്യം എന്ത് ഉദ്ദേശത്തോടെ ചെയ്തു എന്നൊക്കെ പാവത്തിൻ്റെ സാഹചര്യങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി ഒരു ഗൗരവമായിട്ടുള്ളൊരു തെറ്റായിരിക്കാം. പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻ വിലയിരുത്തുമ്പോൾ ഗൗരവം കുറഞ്ഞിരിക്കും. പ്രവൃത്തി തെറ്റ് തന്നെയാണ്, പക്ഷേ ഗൗരവത്തിൽ വ്യത്യാസം വന്നെന്നിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യത്തോടെയാണ് ഒരു പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ചെയ്തു, ഏത് ഉദ്ദേശത്തോടെ ചെയ്തു എന്നൊക്കെ നമ്മൾ പരിഗണിക്കുന്നു. എന്നിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി വിധിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ പ്രവൃത്തിക്കുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ചിലപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർ തെറ്റ് ചെയ്യും. ദുർമാതൃക അല്ലെങ്കിൽ ദുഷ്പ്രേരണ എന്നൊക്കെ പറയും. ഇപ്പോൾ പൗലോസ്ലീഹായും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സാക്ഷിക്ക് നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ദുഷ്പ്രേരണ കൊടുക്കരുത്. യേശു പറഞ്ഞു, ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണെന്ന് പറഞ്ഞു. മറ്റുള്ളവർക്കൊരിക്കലും ദുർമാതൃക നൽകാനായിട്ട് പാടില്ല എന്ന് പറയുക. സ്കാൻഡൽ. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അത് തെറ്റോ ശരിയോ അല്ല, ന്യൂട്രലായിരിക്കും. പക്ഷേ അത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അത് ദുർമാതൃകയ്ക്ക് കാരണമാകും, സ്കാൻഡലാകും. സ്കാൻഡലിൻ്റെ വേറൊരു ഉദാഹരണമാണ്, നമ്മളൊരു പ്രവൃത്തി തെറ്റും ശരിയല്ലാത്തൊരു കാര്യം. നമ്മുടെ ഗസ്റ്റ് വരുവാണ് വീട്ടിൽ. വെള്ളിയാഴ്ച നമുക്കൊരു ഗസ്റ്റ് വരുന്നു. അത് ഗസ്റ്റ് ഹിന്ദു ആണ്, അതുകൊണ്ട് മറ്റു ക്രിസ്ത്യാനി അല്ല. അപ്പോൾ അവർക്ക് നന്നായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മൾ ചന്തയിൽ പോയി കുറച്ച് മീറ്റ് വാങ്ങുകയാണ്. ഞാൻ സുവിശേഷ സംഘത്തിൽപ്പെട്ട ആളായിരിക്കും, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ വെള്ളിയാഴ്ച പോയി മീറ്റ് വാങ്ങുന്നു. അതെൻ്റെ ഒരു കൊച്ചുകുട്ടി കണ്ടു. ഞാൻ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടി കാണുകയാണ്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ടീച്ചർ വെള്ളിയാഴ്ചയായിട്ടും അല്ലെങ്കിൽ സിസ്റ്റർ വെള്ളിയാഴ്ച പോയി മീറ്റ് വാങ്ങുന്നത് ഞാൻ കണ്ടു, വാങ്ങുന്നത് കഴിക്കാനാണ് എന്നുള്ള ധാരണയിൽ കുട്ടി ഇരിക്കും. അത് സ്കാൻഡലായി. ഞാൻ ചെയ്ത പ്രവൃത്തി അതിൽ തന്നെ തെറ്റല്ല, പക്ഷേ വേറെ കണ്ട ആളെക്കുറിച്ച് ദുർബലമായ ഒരു മനസ്സാക്ഷിയുള്ള ആളെ സംബന്ധിച്ച് അതൊരു സ്കാൻഡൽ ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദുർമാതൃകയായില്ല എന്നും കൂടി പറയണം. അപ്പോൾ ദുർമാതൃകയാകുന്നത് നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരുടെ തെറ്റിൽ നമുക്ക് സഹകരിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ പാപത്തിൽ പങ്കുചേരുന്ന അവസ്ഥകളുണ്ട്. രണ്ട് തരത്തിലാണ് സഹകരണം വരുന്നത്. ഒന്നാമത്തത് ഫോമൽ കോഓപ്പറേഷൻ, ഉദ്ദേശ്യ തലത്തിലുള്ള സഹകരണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷൻ, രണ്ടുപേർക്ക് ഒരേ ഉദ്ദേശമാണ്. ഒരിടത്ത് മോഷ്ടിക്കാൻ പോകുന്നു, രണ്ടുപേർ കൂടി പോകുന്നു, എയും ബിയും കൂടെ കൂട്ടുചേർന്ന് രണ്ടുപേർക്കും കൂടി ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു ഉദ്ദേശ്യമേ ഉള്ളൂ. ഇൻറ്റൻഷൻ രണ്ടുപേർക്കും ഒന്നാണ്, മോഷ്ടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ പോയി മോഷ്ടിച്ചു. അത് ഉദ്ദേശതലത്തിലുള്ള സഹകരണം, ഫോമൽ കോപ്പറേഷൻ. അവിടെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഒരുപോലെയാണ്. പരസ്പരം സമ്മതിച്ചുകൊണ്ട് പരസ്പരം ഇൻറ്റൻഷൻ ഒരുപോലെ ആയിരുന്നു ആ പ്രവൃത്തി ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്യുന്നു. ബാഹ്യതലത്തിലുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ഉദ്ദേശത്തിൽ ഞാൻ പങ്കുചേരുന്നില്ല, പക്ഷേ ബാഹ്യമായിട്ട് പ്രവൃത്തിയിൽ ഞാൻ പങ്കുചേരേണ്ട സാഹചര്യം വരുന്നു. ഇപ്പോൾ അബോർഷൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് ജോലി ചെയ്യുന്നിരിക്കട്ടെ.
നഴ്സിന് അബോർഷനോട് യോജിപ്പില്ല, പക്ഷേ ആ ഹോസ്പിറ്റലിൽ അത് നടത്തുന്നു. അവിടെ അല്ലാതെ വേറൊരു ജോലിക്ക് സാധ്യതയില്ല. അങ്ങനെ നിർബന്ധത്തിൻ്റെ പേരിൽ അവിടെ പോവുകയാണ്. അപ്പോൾ ആ പ്രവൃത്തി, അബോർഷൻ എന്ന പ്രവൃത്തിയിൽ നേരിട്ടോ വിദൂരമായോ അടുത്തോ എനിക്ക് സഹകരിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സഹകരണത്തിനാണ് ബാഹ്യതലത്തിലുള്ള സഹകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റുള്ളവരുടെ തെറ്റിൽ ഞാനും കൂടി ഉൾച്ചേരുന്നത് അവരുടെ ഉദ്ദേശം, അവരുടെ ഇൻറ്റൻഷനോടുകൂടി തന്നെ ഞാനും അത് ചെയ്യുമ്പോൾ അത് ഉദ്ദേശതലത്തിലുള്ള സഹകരണം, അത് ഗൗരവമാണ്. പാപം ഒരുപോലെ ഉള്ളൂ. ബാഹ്യതലത്തിലുള്ള സഹകരണത്തിൽ എനിക്ക് ഉത്തരവാദിത്വം കുറവാണ്. കാരണം മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടും ഒരാളിൻ്റെ ഉദ്ദേശത്തോടെ അല്ലാത്തത് കൊണ്ടും ആ സഹകരണം വളരെ ഗൗരവം കുറഞ്ഞതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് എത്രയും സഹകരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കടമയും നമുക്കുണ്ട്. ആ സാഹചര്യം മാറാൻ സാധ്യതയുള്ളിടത്തോളം നമ്മൾ മാറിപ്പോകണം. ഇനി മാറാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ ആ സഹകരണത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. അതുപോലെ രണ്ട് ഫലമുള്ള ചില പ്രവൃത്തികളുണ്ട്. രണ്ട് ഫലം, ഒരു പ്രവൃത്തിക്ക് തന്നെ രണ്ട് ഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പ്രവൃത്തികളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരമ്മ ഗർഭിണിയാണ്, ഒരു സ്ത്രീ. അവളുടെ ഉദരത്തിലൊരു കുഞ്ഞുണ്ട്. അവൾക്ക് ക്യാൻസറാണ്, യൂട്രസിൽ ക്യാൻസറാണ്. അപ്പോൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനും പറ്റത്തില്ല, അമ്മയ്ക്ക് ചികിത്സ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തി, അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക് രണ്ട് ഫലങ്ങളാണ്. അമ്മയ്ക്ക് സൗഖ്യം ഉണ്ടാകും, കുട്ടി പക്ഷേ മരിച്ചു പോകും. അപ്പോൾ രണ്ട് നന്മയും ഉണ്ടാകുന്നുണ്ട്, തിന്മയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്? അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ചെയ്യുന്ന പ്രവൃത്തി അതിൽ തന്നെ നന്മയായിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ ഗർഭിണിക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ആ പ്രവൃത്തി അതിൽ തന്നെ നല്ലതായിരിക്കണം. നല്ല ഫലവും ചീത്ത ഫലവും ഒരേ പ്രവൃത്തിയിൽ നിന്ന് വരണം. അമ്മയ്ക്ക് ചികിത്സ കൊടുക്കുന്ന കൂട്ടത്തിൽ കുട്ടിക്ക് അബോർഷൻ സംഭവിക്കുന്നു എന്നാണ്, അല്ലാതെ അബോർഷൻ നടത്തി കഴിഞ്ഞിട്ട് ചികിത്സ തുടങ്ങുന്നു എന്നല്ല. ചികിത്സിക്കുന്നു എന്ന പ്രവൃത്തിയിൽ നിന്നാണ് രണ്ട് ഫലവും, മോശമായ ഫലവും ഉണ്ടാകുന്നു, നല്ല ഫലവും ഉണ്ടാകുന്നു. ടാബ്ലറ്റ്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കീമോ എടുക്കുന്നു, ചികിത്സ തുടങ്ങുന്നു, ചികിത്സയുടെ ഫലമായിട്ട് അമ്മ സൗഖ്യം പ്രാപിക്കുന്നു, അതേസമയം തന്നെ കുട്ടിക്ക് അപകടം ഉണ്ടാകുന്നു, അബോർഷനം സംഭവിക്കുന്നു എന്ന അവസ്ഥയിലാണ്. മൂന്നാമത്തെ കാര്യം, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം നല്ലതായിരിക്കണം. നല്ല ലക്ഷ്യത്തോടെയാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത്. ഒരിക്കലും കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ചികിത്സ തുടങ്ങേണ്ടത്. ചികിത്സ സൗഖ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും. അപ്പോൾ ഇൻറ്റൻഷൻ നല്ലതായിരിക്കണം. പിന്നെ ഗൗരവമായ കാരണം ഉണ്ടായിരിക്കണം. നാലാമത്തത്, ഈ ചികിത്സ തുടങ്ങാൻ ഗൗരവമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണം. ഇപ്പോൾ യൂട്രസിൽ ക്യാൻസർ എന്ന് പറയുന്ന ഗൗരവമായിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് അത് അനുവദിക്കാവുന്ന പ്രവൃത്തിയാണ്. നിസ്സാര കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ അത് പറ്റത്തില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ചെറിയൊരു പനി വന്നു, കുഞ്ഞിനെയും അത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അബോർഷൻ നടത്തുകയാണ്. അങ്ങനെയുള്ള മട്ടിലുള്ള കാരണമൊന്നും, ചെറിയ കാരണമല്ല. ഇതിപ്പോൾ യൂട്രസിന് സൗഖ്യം വരണമെങ്കിൽ ഇത് മാത്രമേ ചികിത്സ, ഇത് മാത്രമേ ഉള്ളൂ. അബോർഷൻ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, സൈഡ് ഇഫക്റ്റ് ആയിട്ട് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു എന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം. അങ്ങനത്തെ 4 വ്യവസ്ഥകൾ വെച്ചാണ് അതിനെ വിലയിരുത്തുന്നത്. 10 കൽപ്പനകളുടെ ആമുഖമായിട്ട്, അല്ലെങ്കിൽ മോറൽ തിയോളജിയുടെ ഒരു ചെറിയൊരു ആമുഖമായിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.